ഹായ് മക്കളെ, നമ്മുടെ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റിഫ്രാക്ഷൻ ഇൻ ഡിഫറെൻറ്റ് മീഡിയ, അല്ലെങ്കിൽ അപവർത്തനം വ്യത്യസ്ത മാധ്യമങ്ങളിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. നമുക്കറിയാം, അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ രണ്ട് മാധ്യമങ്ങൾ വേണം അല്ലേ. അപ്പോൾ ഈ രണ്ട് മാധ്യമങ്ങളിലും എങ്ങനെയാണ് ഇത് നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, 4 പോയിന്റ്സ് ആണ് ഇതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് നോക്കാം. റിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ നോക്കാം കേട്ടോ. അതായത് വായുവിൽ നിന്നുമാണ് എന്ത് വരുന്നത്, നമ്മുടെ റേ ഓഫ് ലൈറ്റ് വരുന്നത്, അല്ലെങ്കിൽ പ്രകാശരശ്മി ജലത്തിലോട്ട് അപവർത്തനം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം, ഇങ്ങനെ വായുവിൽ നിന്നും നമ്മുടെ ജലത്തിലോട്ട് വരുന്ന പ്രകാശരശ്മിക്ക് നമ്മളൊരു പേര് വിളിക്കും, ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതനരശ്മി എന്ന് വിളിക്കും. ഇനി അതുപോലെ തന്നെ റിഫ്രാക്ഷൻ കഴിഞ്ഞ് ജലത്തിലോട്ട് വരുന്ന റേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപവർത്തന രശ്മി അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേ എന്ന് വിളിക്കും. അപ്പോൾ ഇൻസിഡന്റ് റേയും ഉണ്ട്, റിഫ്രാക്റ്റഡ് റേയും ഉണ്ട്. ഇനി ഇവരെ തമ്മിൽ പരസ്പരം വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഒരാളെയും കൂടി നമുക്കറിയാം. എന്താണ്? നോർമൽ എന്ന് പറയും. ഇതുപോലെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആണ്, അല്ലെങ്കിൽ ഒരു ലംബമായിട്ട് വരയ്ക്കുന്നത് നമ്മൾ ലംബം എന്ന് മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ നോർമൽ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ, അതായത് പതനരശ്മി, അപവർത്തന രശ്മി, അതുപോലെ തന്നെ നോർമൽ അഥവാ ലംബം. ഈ മൂന്നാളുകളും എപ്പോഴും ഒരേ പ്ലെയിനിലായിരിക്കും, അല്ലെങ്കിൽ ഒരേ തലത്തിലായിരിക്കും. ഈ മൂന്നാളുകൾ കൂടി ചേരുന്നതെല്ലാം ഒരേ സ്ഥലത്താണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. when light enters from one medium to another medium. ഇവിടെ എന്താണ്? വായു ആണ് ഒന്നാമത്തെ മീഡിയം, ജലം അടുത്ത മീഡിയം. ഓക്കെ, അടുത്ത മാധ്യമം. അപ്പോൾ ലൈറ്റ് റേ കമ്മിങ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. മൂന്ന് ആളുകളാണ് ഇൻസിഡന്റ് റേ അഥവാ പതനരശ്മി, അതുപോലെ റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ. ഈ മൂന്നാളുകളും അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡന്റ്, അതായത് ഇവർ മൂന്നുപേരും കൂടി ചേരുന്ന പോയിന്റ് ഇതാ ഇവിടെയാണ്. ഇവരെല്ലാവരും എന്താണ്? വിൽ ബി ഓൺ ദ സെയിം പ്ലെയിൻ, ഒരേ പ്ലെയിനിലായിരിക്കും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇപ്പൊ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി, അപവർത്തന രശ്മി, ലംബം ഇവരെല്ലാവരും ഒരേ തലത്തിലായിരിക്കും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. സെക്കൻഡ് പോയിന്റ് നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ജലം, വായു, വീണ്ടും നമ്മൾ രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ജലത്തിൽ നിന്നുമാണ് പ്രകാശം വായുവിലേക്ക് പോകുന്നത്. അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ജലം വായുവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ജലത്തിന് പ്രകാശിക സാന്ദ്രത കൂടുതലാണ്. അങ്ങനെ അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളവരെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഡെൻസർ മീഡിയം. ഇംഗ്ലീഷിൽ നമ്മൾ ഡെൻസർ മീഡിയം എന്ന് പറയും. അതുപോലെ വായുവിനെ നമ്മൾ റെയറർ മീഡിയം, എയറിനെ നമ്മൾ റെയറർ മീഡിയം എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ നമ്മുടെ റേ ഓഫ് ലൈറ്റ് അഥവാ പതനരശ്മി ജലത്തിൽ നിന്നാണ് പോകുന്നത്, അഥവാ ഡെൻസർ മീഡിയത്തിൽ നിന്നാണ് പോകുന്നത്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശം കുറഞ്ഞ മാധ്യമം അഥവാ റെയറർ മീഡിയം ആയിട്ടുള്ള പ്രകാശിക സാന്ദ്രത കുറഞ്ഞ വായുവിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ 30 ഡിഗ്രിയാണ് ഇൻസിഡന്റ് ആംഗിൾ എങ്കിൽ ഇവിടേക്ക് പോകുമ്പോൾ അത് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 50 എന്ന് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? 30-ൽ നിന്ന് 50ആയി. നമുക്ക് കാണാൻ പറ്റും, നോർമലിനോട് അടുത്തിരുന്ന റിഫ്രാക്റ്റഡ് റേ ഇവിടേക്ക് എത്തിയപ്പോൾ നോർമലിൽ നിന്നും അകന്നു പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയിന്റ്. എല്ലാവരും വായിക്കുക. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, അതായത് ഇവിടെ ജലമാണ്, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഇവിടെ നമ്മുടെ എയർ ആണ് റെയറർ മീഡിയം. അപ്പൊ എന്താ സംഭവിക്കുക? ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദി നോർമൽ, അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമം, അതായത് ഇവിടെ വായുവാണ്, അങ്ങനെ പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അപവർത്തന രശ്മി, ഇവിടുത്തെ അപവർത്തന രശ്മി ഇതാണ്, അഥവാ റിഫ്രാക്റ്റഡ് റേ ഇതാണ്. ഇത് നോർമലിൽ നിന്നും വളരെ അകന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് നേരെ തിരിച്ചായിരിക്കും. അതായത് ഇങ്ങനെയാണ്, നമ്മൾ വീണ്ടും സെയിം മീഡിയം തന്നെ എടുത്തിരിക്കുന്നത്, വായുവും ജലവും, അതായത് എയറും ഉണ്ട് വാട്ടറും ഉണ്ട്. ഇവിടെ റേ ഓഫ് ലൈറ്റ് വരുന്നത് വായുവിൽ കൂടിയാണ് വരുന്നത് അല്ലെ. അതായത് ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ നമ്മുടെ പ്രകാശരശ്മി എന്ന് പറയുന്നത് വായുവിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 30 ഡിഗ്രിയാണ് ഇൻസിഡന്റ് റേ വന്നത്. ഇനി അത് ജലത്തിലോട്ട് പോയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു, എന്താണ്? നോർമലിനോട് അഥവാ ലംബത്തിനോട് ഇതിനേക്കാളും ആദ്യത്തേനേക്കാളും കുറച്ചുകൂടി ഒന്ന് അടുത്തു അല്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. തേർഡ് പോയിന്റ് ഇതാ നോക്കുക. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം
ഒപ്റ്റിക്കലി റെയറർ മീഡിയം. ഒപ്റ്റിക്കലി റെയറർ മീഡിയം ഇവിടെ വായുവാണ് അല്ലെ. അപ്പൊ ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലോട്ട് റേ ഓഫ് ലൈറ്റ് വരുമ്പോൾ എന്താണ് ഇതിന് സംഭവിക്കുക? ഇറ്റ് ഡീവിയേറ്റ് ടുവേഴ്സ് നോർമൽ. ഓക്കെ, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. ഓക്കെ, ഇതാണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി 4ാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. ഇവിടെ പ്രകാശരശ്മി നമുക്കറിയാം 2 വ്യത്യസ്ത മാധ്യമങ്ങൾ തന്നെയാണുള്ളത്. ഒന്ന് വായുവും മറ്റേത് ജലവുമാണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പ്രകാശരശ്മി ചരിഞ്ഞല്ല പതിക്കുന്നത്, അതായത് ഒബ്ലിക്വലി ഇൻസിഡന്റ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് അതിന് യാതൊരു മാറ്റവും കൂടാതെയാണ് അത് അടുത്ത മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പൊ നോക്കാം, എ റേ ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് നോർമലി അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് മീഡിയം. ഓക്കെ, നോർമലി ആണ് ഇൻസിഡന്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ദാറ്റ് ഡസ് നോട്ട് ഒക്കർ റിഫ്രാക്ഷൻ, ദാറ്റ് ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. ഓക്കെ, അതായത് മാധ്യമത്തിന്റെ വിഭജന തലത്തിൽ ലംബമായി പതിക്കുന്ന പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നില്ല? അപവർത്തനം സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ്സ് എന്തായാലും നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി അതിനോട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് ഒരു ഗ്ലാസ് ലാബിൽ അപവർത്തനം നടക്കുക. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ അത് വരയ്ക്കാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്കിവിടെ ഒരു ഗ്ലാസ് ലാബ് ഉണ്ട്. ഗ്ലാസ് ലാബിന്റെ പേര് ABCD എന്നാണ്. ഓക്കെ, ഗ്ലാസ് ലാബിൽ നിന്നും വരുന്ന റേ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. PQ എന്ന് പറയുന്ന റേ ഓഫ് ലൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? പതിക്കുന്നത് അല്ലെ. അപ്പോൾ PQ എന്ന റേ ഓഫ് ലൈറ്റ് പതിക്കുന്നുണ്ട്. പതിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓഫ് കോഴ്സ് അവിടെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും, അഥവാ അപവർത്തനം സംഭവിക്കും അല്ലെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അതിന്റെ സഹായത്തിന് വേണ്ടിയിട്ട് ഒരു റെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. അത് നോർമൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ലംബമായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം അതിൽ കൂടെ റേ ഓഫ് ലൈറ്റ് വരുമ്പോൾ അവിടെ ഒരു വളവ് അല്ലെങ്കിൽ ഒരു ഒടിവ് ഉണ്ടാകുന്നുണ്ട് അല്ലേ, അതായത് ബെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എന്താണ് ഗ്ലാസ് ലാബിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ വീണ്ടും എന്ത് ചെയ്തു? നമ്മുടെ മീഡിയം മാറി. തുടക്കത്തിൽ എയറും ഗ്ലാസും ആയിരുന്നെങ്കിൽ ഇതിന്റെ അകത്ത് വെച്ചിട്ട് മീഡിയം വീണ്ടും ചേഞ്ച് ചെയ്യുന്നു. അതായത് ഗ്ലാസിൽ നിന്നും എങ്ങോട്ടേക്ക് മാറുന്നുണ്ട്? വായുവിലോട്ട് അല്ലെങ്കിൽ എയറിലോട്ട് വീണ്ടും മീഡിയം മാറുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വീണ്ടും എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ആറിൽ നിന്നും എസിലോട്ട് ഡീവിയേറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മളോട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കും. അതുപോലെ തന്നെ എവിടെ വെച്ചിട്ടാണ് റിഫ്രാക്ഷൻ നടക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ R എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടാണ് ഗ്ലാസ് ലാബിന്റെ റിഫ്രാക്ഷൻ നടക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി ഇതേ അപവർത്തനം നമ്മൾ ചില നിത്യ ഉപയോഗ സന്ദർഭങ്ങളിൽ പറയാൻ പോവുകയാണ്, അതായത് റിയൽ ലൈഫ് ആപ്ലിക്കേഷനിൽ പറയാൻ പോവുകയാണ്. നമുക്കൊരു എക്സ്പെരിമെന്റ് വഴി അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു ബീക്കർ എടുക്കുക അല്ലെങ്കിൽ ഒരു വെസൽ എടുക്കുക, അതിനകത്ത് ഒരു കോയിൻ ഇടാം. നിങ്ങൾക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും, ഉറപ്പാണ്. കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ അത് ബാക്കിലോട്ട് നടക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് ആ കോയിൻ കാണാൻ പറ്റുന്നില്ലാവില്ല അല്ലെ. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആരുടെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കാൻ പറയാം, ഒന്നും കൂടി നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആ നമ്മുടെ കോയിൻ, കാണാതായ കോയിൻ ഒന്ന് കാണാൻ പറ്റും. അപ്പൊ അതിന് പിന്നിലെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ റിഫ്രാക്ഷൻ ആണ്. 1 വേർഡ് നമുക്ക് പറയാൻ പറ്റും. ഇനി അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺ പോറിംഗ് വാട്ടർ, നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ദ റേ ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ കോയിൻ, അതായത് കോയിനിൽ നിന്നും വരുന്ന റേ ഓഫ് ലൈറ്റിന് എന്ത് സംഭവിക്കുന്നത്? അവിടെ ഉണ്ട്, താഴെ നിന്ന് വരുന്ന കോയിനിൽ നിന്ന് വരുന്ന റേ ഓഫ് ലൈറ്റിന് അണ്ടർഗോ റിഫ്രാക്ഷൻ, അതായത് റിഫ്രാക്ഷൻ സംഭവിക്കും, അപവർത്തനം സംഭവിക്കും. ആൻഡ് റീച്ചസ് അവർ ഐ, അതിനുശേഷമായിരിക്കും നമ്മുടെ കണ്ണുകളിലെത്താം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കോയിൻ അല്പം ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നും. അവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് ജലം ഒഴിച്ചപ്പോൾ നാണയത്തിൽ നിന്നും പ്രതിപതിച്ചു വരുന്ന പ്രകാശം അതിന് അപവർത്തനം സംഭവിച്ചതിന് ശേഷമാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് കോയിൻ അല്പം ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നാൻ കാരണം.